ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന് തെളിവുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളിയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും വ്യാജരേഖയും വ്യാജ കരാറും തയ്യാറാക്കി സ്വർണം വേർതിരിച്ചെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. തിരുവാഭരണം കമ്മീഷണർ റെജിലാലിന്റെ റിപ്പോർട്ട് തള്ളിയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ പ്രശാന്ത് നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. സ്വർണം ഇളക്കി മാറ്റി വീണ്ടും പ്ലേറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യം സ്മാർട്ട് ക്രിയേഷൻസിനില്ലെന്നും പരമ്പരാഗത രീതി സ്വീകരിക്കണമെന്നുമായിരുന്നു കമ്മീഷണറുടെ റിപ്പോർട്ട്. എന്നാൽ പ്രശാന്തിന്റെ ഇടപെടലിനെ തുടർന്ന് നിലപാട് മാറ്റുകയും ചെന്നൈയിലേക്ക് പാളികൾ കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് യോഗം അനുമതി നൽകുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വ്യാജരേഖ തയ്യാറാക്കിയെന്നും നിയമാനുസൃത കരാർ ഇല്ലാതെയാണ് നടപടികൾ ആരംഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുദ്രപത്രം വാങ്ങി വ്യാജ കരാർ തയ്യാറാക്കിയെന്നും ചെന്നൈയിലെത്തിച്ച 12 പാളികളിൽ 4 എണ്ണത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2019 സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനുള്ള ഗൂഢാലോചനയാണ് പ്രതികൾ നടത്തിയതെന്നും ഇതുവഴി ദേവസ്വം ബോർഡിന് നഷ്ടവും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് അന്യായ ലാഭവും ഉണ്ടാക്കിയെന്നും SIT ആരോപിക്കുന്നു. 2020 മുതൽ 25 വരെയുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പങ്കും വിശദമായി അന്വേഷിക്കണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.